അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻഫാൽ അല്ലാഹു ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഒരിക്കലും നിങ്ങളിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരെ പേടി മാത്രം ശിക്ഷ വരുന്നതല്ല, അല്ലാഹുവിന്റെ ശിക്ഷ മൊത്തത്തിലാണ് കടന്നു വരുന്നത്. വിധങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. ഒരു നാട്ടിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഒരു നാട്ടിലുള്ള ആരെങ്കിലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി കഴിഞ്ഞാൽ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന കച്ചവടക്കാരായ സഹോദരങ്ങളെ, ഈമാനുള്ള സഹോദരങ്ങളെ, കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരെ, ഇസ്ലാം കച്ചവടത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇസ്ലാം കച്ചവടത്തിന് വലിയ പ്രാമുഖ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു തെറ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു നാട് നന്നാകാൻ എല്ലാവരും പള്ളിയിൽ പോകുന്നവരാണ്. 1000 പേര് നാട്ടിലുണ്ടെന്നിരിക്കട്ടെ, അതിൽ 999 പേര് പള്ളിയിൽ ഭാഗ്യമെടുക്കുമ്പോൾ നമസ്കാരത്തിന് വരികയാണ്. അതുപോലെ റമദാനിലെ നോമ്പുണ്ട്, അതുപോലെ എല്ലാ നന്മകളിലും മുൻപന്തിയിലാണ്. പക്ഷെ ആ നാട്ടിലെ ഒരാളെ പഠിച്ചു പോയാ അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ഖുർആൻ ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നു, അയാൾക്ക് മാത്രമായിട്ടുള്ള ശിക്ഷ കൊടുക്കൂല. 999 പേര് പള്ളിയിൽ പുറത്തിറങ്ങൂല. അല്ലാഹു ഈ ഭൂമി ഒന്ന് കിടുകിടാതെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു തങ്കമണിക്കുന്നതിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹു ഒരു ചെറിയ ശിക്ഷാനം ഈ നാട്ടിൽ തന്നുപോയാൽ ഇവിടെ പഠിക്കുന്ന 100ഓളം മക്കളെ പിടഞ്ഞു വീണ് മരിക്കുമല്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാണ്, ഒരു നാട്ടിലെ അളവിനും തൂക്കത്തിനും കുറവ് വരുത്തുന്ന ഒരാൾ ഉണ്ടായാൽ, നബിതങ്ങൾ പറയുന്ന ഒരാളുണ്ടായാൽ മതി, ഒരു കച്ചവടക്കാരൻ മോശക്കാരനായാ മതി. ഒരു നാട്ടിലെ ഒരു കച്ചവടക്കാരന്റെ തൊഴിലെന്താണ്? അളവിനും തൂക്കത്തിനും കുറവ് വരുത്തുന്നവരാണ്. അങ്ങനെ ഒരു നാടുണ്ടായി പോയാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ മനഅഹുമുല്ലാഹുൽ ഖത്റ, ആ നാട്ടിലുള്ള മഴ ഇറക്കി കൊടുക്കൂല. അല്ലാഹു മഴയെ നിരോധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഴ കിട്ടാറില്ലെന്ന് പരാതി പറഞ്ഞാ പോരാ, കാലാവസ്ഥയെ തള്ളി പറഞ്ഞാ പോരാ. മഴ കിട്ടാത്തതിന്റെ കാരണത്തെ പറ്റിയിട്ട് കൂടിയാലോചന, ഗവേഷണ, നിരീക്ഷണ, പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. കാര്യം എവിടെയാണ്? ആ നാട്ടിൽ എവിടെയോ ഒരു കച്ചവടക്കാരൻ, അവൻ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവനാണ്. അങ്ങനെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു നാട്ടില് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മഴയല്ല ഇറക്കി കൊടുക്കൂല. മഴയുടെ അധിപനാരാ? പരമതമ്പുരാനല്ലേ. നിങ്ങൾക്കറിയുമോ മഴ എപ്പോഴും വേണമെന്ന്? മുൻകാലങ്ങളിൽ ഒരാൾക്ക് വേണ്ടി മഴ പെയ്യുമായിരുന്നു. ഒരാൾക്ക് വേണ്ടി മഴ പെയ്ത ചരിത്രമുണ്ട്. നിങ്ങൾക്കറിയുമോ? മഹാനായ ആസിം റളിയല്ലാഹു തആല അൻഹു, ആസിം റളിയല്ലാഹു അൻഹു പണപരുതി ശത്രുക്കളുമായിട്ടുള്ള പണപരുതലിന്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടി കൊല്ലാൻ വേണ്ടിയിട്ട് വാളുകൊണ്ട് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ തുരുതുരാ വെട്ടുമ്പോ ആസിം റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിലാണ്. ആസിം റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിലാണ്. ആസിം റളിയല്ലാഹു അൻഹു പടഞ്ഞ് കിടക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, തമ്പുരാനെ, അല്ലാഹുവേ, എന്റെ റൂഹ് വിട പറഞ്ഞു പോയാൽ, എന്റെ ആത്മാവ് ശരീരത്തോട് വിട പറഞ്ഞു പോയാൽ, ഒരു കാഫിറിനെ തൊഴേണ്ട അവസ്ഥ വരുത്തല്ലോ, ഒരു കാഫിറിന്റെ കൈ എന്റെ ശരീരത്തിൽ തൊഴേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ആസിം റളിയല്ലാഹു അൻഹു ദുആരന്നു. അവസാന ശ്വാസം ആസിം തങ്ങൾ വലിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ശത്രുക്കള് ഓടി വന്ന് കാസിന്റെ ജനാസയെ വെട്ടിപ്പിസാക്കാൻ വേണ്ടി വരുമ്പോ മരിച്ചിട്ട് കരുതിയില്ലാത്ത കാപാലികന്മാര് ആസിമിന്റെ ശരീരത്തെ വെട്ടിമുറുക്കാൻ വേണ്ടി ഓടി വരുമ്പോൾ അല്ലാഹുവിന്റെ പട്ടാളം ഇറങ്ങി വരികയാ. പടച്ചോന്റെ പട്ടാളത്തിന്റെ കയ്യിൽ AK-47 കാണൂല. അല്ലാഹുവിന്റെ പട്ടാളത്തിന്റെ കൈകളിൽ സംഹാര ശേഷിയുള്ള ബോംബർ വിമാനങ്ങൾ കാണൂല. പ്രിയപ്പെട്ടവരെ, പടച്ചതമ്പുരാന്റെ പട്ടാളം ഏതാവുന്നതെന്നറിയോ? തേനീച്ചകളാണ്. തേനീച്ച പ്രൊട്ടക്ഷൻ നൽകുകയാണ്. ഒരു ശത്രുവിനെ പോലും ആസിമിന്റെ ശരീരത്തെ തൊടാൻ കഴിഞ്ഞില്ല. ആസിമിന്റെ ശരീരത്തെ തൊടാൻ കഴിയാതെ തേനീച്ച
തേനീച്ചകളെ പേടിച്ചുകൊണ്ട് ശത്രുക്കളെ മാറി നിൽക്കുമ്പോ മനുഷ്യനാണെങ്കിൽ വെട്ടിലിട്ട തേനീച്ചയെ വെട്ടാൻ കഴിയുമോ? തേനീച്ചയോട് കളിച്ച വിവരമറിയുമെന്ന് അവനക്കറിയാം. അവര് മാറി നിന്ന് കുറെ നേരം കഴിഞ്ഞപ്പോൾ ആകാശമേഘാവൃതമായി മഴ പെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മഴവെള്ളം ഇങ്ങനെ പലവെള്ളം പോലെ മഴവെള്ളം പെയ്യുകയാണ്. മഴവെള്ളം പാച്ചിൽ വരുന്നത് പോലെ മഴ പെയ്തിട്ട് ആ വെള്ളമുണ്ടല്ലോ ആസിഫിന്റെ ജനാസയെ നീക്കിക്കൊണ്ടുപോവുകയാണ്. ആസിഫിന്റെ ജനാസ എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല. ആസിഫിന്റെ ഖബർ എവിടെയാണ് ആർക്കും അറിയില്ല. അല്ലാഹു ഒരു വ്യക്തിക്ക് വേണ്ടി മഴ ഇറക്കി കൊടുത്തെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന വടകളിലുള്ളവരെ ഈ നാട്ടിലെങ്ങാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ അളവിൽ തൂക്കത്തിന് പുറവരുത്തുന്നവർ വന്നാൽ ദിനങ്ങൾ പറയുകയാണ് ആ നാട്ടിലെല്ലാം മഴ കൊടുക്കുന്നതല്ല. പ്രിയപ്പെട്ട പെണ്ണന്മാരെ, ദുരവസ്ഥ ആർക്കാണ്? ഹജ്ജിന് പോയ പെണ്ണക്കും മഴവെള്ളം കിട്ടൂല. നിനക്കും മഴവെള്ളം കിട്ടൂല. നിന്റെ കൃഷിയും നശിക്കുന്നു. നിന്റെ പറമ്പിലും കൃഷിക്ക് വെള്ളം കിട്ടുന്നില്ല. എന്തേ കാരണം? പറമ്പിലെ കൃഷിക്ക് വെള്ളം കിട്ടാത്തതിന്, അതുപോലെ ആൾക്കാരുകൾക്ക് വെള്ളം കിട്ടാത്തതിന് കാര്യം എന്താണ്? ഏതോ ഒരു ചങ്ങാതിയുടെ കടയിൽ കച്ചവടം നടത്തിയപ്പോ അവൻ അളവിന് തൂക്കത്തിന് കുറവ് വരുത്തിയവനാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു നാട്ടില് അളവിലും തൂക്കത്തിലും കുറവരുത്തുന്നവരുണ്ടെങ്കിൽ ഇതിപ്പോ പെണ്ണുങ്ങളോടും പറയേണ്ട അവസ്ഥയാണ് ഇപ്പോ. കാരണം എന്താണ്? കുടുംബശ്രീയുടെ പേരില് സഹോദരിമാരെ കച്ചവടം തുടങ്ങിയിരിക്കാൻ, കുടുംബശ്രീയുടെ ഗൾഫില് സ്ത്രീകൾ കച്ചവടം തുടങ്ങിയിരിക്കാൻ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെയുള്ള അവസ്ഥ കഴിയില്ല. ഓണാകുമ്പോൾ ഉണ്ണി പൊടിക്കൊണ്ട് നടത്താൻ ഒന്നിനറിയോ പഞ്ചായത്തിന്റെ കച്ചവടം ചെയ്യാൻ അത് സഹിക്കാം. മര്യാദയ്ക്ക് പോയിരുന്ന ജീവിതത്തിന് വകയില്ലെങ്കിൽ പോയിരുന്നു ചെയ്തോ. പക്ഷെ അതല്ല, വടം വലിക്കാൻ കൂടെ പോകുന്ന വല്ലാത്ത അവസ്ഥയാണ്. വടം വലിക്കാൻ കൂടെ അള്ളാഹു ആഗ്രഹിക്കട്ടെ. എന്റെ പ്രിയ അപ്പുറത്ത് കെട്ടില്ലാത്ത പെണ്ണുങ്ങൾ കൂടെ കെട്ടിച്ച പെണ്ണുങ്ങൾക്ക് ആർക്ക് ആരോഗ്യം കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് വടം വലിക്കാം. അത് ഇട്ടവരുണ്ട്, മൊത്തം ഇട്ടവരുണ്ട്, ചുരിദാർ ഇട്ടവരുണ്ട്, സാരി ഇട്ടവരുണ്ട്, എല്ലാ കോലത്തിലും ആളുകളുണ്ട്. വലിയ ഖേദകരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു നാട്ടിലെ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ, ഖുർആൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വന്നത് വളർന്നെടുക്കുന്നെങ്കിൽ അവനെ കറക്റ്റായിട്ട് അവൻ ഇസ്തോഫണം പൂർത്തിയാക്കിയത്. അങ്ങോട്ട് അളന്ന് കൊടുക്കുന്നതാണെങ്കിലോ അതിൽ കുറവ് വരുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവന് വൈകുന്ന നരകങ്ങളുടെ പ്രത്യേകം മാറ്റി വെച്ചിരിക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഈ അളവിലും തൂക്കത്തിലെ കുറവ് ശിക്ഷയെ പറ്റി എന്തിനാണ് ഈ പറയുന്നത്? അതിന് ഒരുപാട് ശിക്ഷയുണ്ട്. അതുകൊണ്ട് പറയാതെ പോയാൽ മാറാതൊന്നുമില്ല, മാറാതൊരു മനസ്സുണ്ടാവില്ല. കാര്യം എന്താണ്? മൊത്തത്തിലെ ശിക്ഷ വരുന്നത് കിടന്നോട്ടെ ചിന്തിക്കും. അത് വേണ്ട. നിനക്കുള്ള ശിക്ഷ എന്താണ്? അളവിന് തൂക്കത്തിന് കുറവ് വരുത്തിയതിന്റെ പ്രിയപ്പെട്ട പെണ്ണുമക്കളുടെ നിനക്ക് കൊട്ടാരം വെക്കാൻ നിന്റെ കച്ചവട സ്ഥാപനങ്ങളുടെ കടകമ്പോളങ്ങളിൽ കടന്നു വന്നിട്ട് പാവപ്പെട്ടവരുടെ നാളെ തൊട്ടുള്ളതായി നിന്റെ മേശയുടെ വലിപ്പ് വലിച്ചിട്ട് അതിനകത്തിട്ട് അളവിൽ തൂക്കത്തിന് കുറവ് വരുത്തി കൊടുത്തിട്ട് നിന്റെ പെണ്ണുമക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുന്ന നേരത്തെ കെളിമതെല്ലാം പറ്റില്ല. അള്ളാഹു ആഗ്രഹിക്കട്ടെ. ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആർക്കും ഉപദ്രവമില്ല. ആ മനുഷ്യന്റെ ചാരത്ത് വന്ന് കൂട്ടുകാര് പറയുകയാണ്, ചൊല്ലുമോ? ആ മനുഷ്യന് നാം ഉയർത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, തുലാസിന്റെ മധ്യത്ത് തുലാസിന്റെ അളവ് കാണിക്കുന്നത് സൂചിയുണ്ടല്ലോ, ആ ഇരുമ്പിന്റെ സൂചി കൊണ്ട് നെഞ്ചത്ത് കുത്തുന്ന വേദനയാണ്. അയാൾ വാപ്പൂട്ടുമ്പോ പ്രശ്നമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ വാതു വന്നാൽ വീണ്ടും നെഞ്ചത്ത് കുത്തുന്ന വേദനയാണ്. അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ പാവപ്പെട്ടവരെ കിടന്ന് പുലരുകയാണ്. ആ സഹോദരന്റെ പ്രിയപ്പെട്ടവര് വല്ലാതെ വേദനയോടെ കിടക്കുമ്പോ നാട്ടിലെ ഒരു പണ്ഡിതൻ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ജോലി എന്താണ്? കച്ചവടക്കാരൻ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ട് നയാ പൈസ എനിക്ക് എന്റെ മക്കൾക്ക് തോന്നിട്ടില്ല. അവരുടെ കൂട്ടത്തിലും കുറവരുത്തൂല. ഒരു നയാ പൈസ ഇന്നുവരെ എന്റെ മക്കൾക്ക് എനിക്ക് കൊണ്ട് തന്നിട്ടില്ല. അങ്ങനെ ഹറാമായ രീതിയിൽ പിന്നെന്ത്
വിളിച്ചു, അറിയില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഭാര്യ വന്നിട്ട് പറയുകയാണ്, അല്ലയോ അല്ലയോ ഉസ്താദേ, എന്താ സംഭവിച്ചതെന്നറിയുമോ? എന്റെ ഭർത്താവ് അശ്രദ്ധനാണ്, ഭർത്താവ് അലസനാണ്, മടിയനാണ്. ഒരാളെന്തെങ്കിലും അളന്ന് തൂക്കി വാങ്ങാൻ വേണ്ടി വന്ന അയാൾ അളന്നു കൊടുക്കുന്ന തുലാസിന്റെ തട്ടില് അതിന്റെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന രീതിയിൽ അടുത്തയാള് വരുമ്പോൾ അയാൾക്കും ഇങ്ങനെ തൂക്കി കൊടുക്കാറുണ്ട്, അയാൾക്കും അളന്നു കൊടുക്കാറുണ്ട്. ഒരാളെ എന്തെങ്കിലും സാധനം തൂക്കി വാങ്ങിയ അയാൾ വാങ്ങിക്കൊണ്ട് പോയതിനു ശേഷം അതേ തുലാസിന്റെ തട്ടിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുമ്പോ അടുത്തയാളെ അളന്നു കൊടുക്കുമ്പോൾ അത് വൃത്തിയാക്കാതെയാണ് അളന്നു കൊടുക്കുന്നത്. ഇതെന്റെ ഭർത്താവിന്റെ അശ്രദ്ധയാണ്, എന്റെ ഭർത്താവിന്റെ മടിയാണ്, അലസതയാണ്. അതുകൊണ്ടാണ് അതൊരു കഴിയാതെന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അളവിന് തൂക്കത്തിന് തുറവരുത്തുന്നവരെ അവസാന കെലിമ ചൊല്ലി മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അളവിന് തൂക്കത്തിന് കുറവരുത്തിയാൽ ഒരു സമൂഹത്തിൽ അല്ലാഹു ശിക്ഷ എന്തെന്നറിയോ? ആ നാട്ടിൽ അല്ലാഹു മഴ ഇറക്കൂല. മഴ പെയ്യുന്ന മാസമല്ല, സാധാരണ പറയുന്ന മഴ പെയ്യുന്ന മാസമാണ് ജൂണിലൊക്കെ നമ്മൾ വാഴ വെക്കുമ്പോൾ തന്നെ. കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ജൂണിൽ ഡേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോ മെയ്യില് ഡേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോ സർക്കാരിന് പലരും വേണ്ട സ്ഥലത്ത് മെയ്യില് ഡേറ്റ് വേണ്ട, കാരണം മഴയായിരിക്കും, ഞങ്ങൾക്ക് അതിന് മുമ്പ് എപ്പോഴെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവര് ഏപ്രിലും അതുപോലെ തന്നെ മാർച്ചിലും ഫെബ്രുവരിയിലും ഡേറ്റ് വാങ്ങിക്കൊണ്ടുപോയി. പല സ്ഥലങ്ങളിലും മഴ പിടിച്ചിട്ട് മഴ നടന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മഴ പെയ്യുന്ന ഒരു മാസമുണ്ട്. മലയാളത്തിലോ നടത്തണോ മഴ പെയ്യുന്ന പ്രായമുള്ള അറിയാലോ. മലയാള മാസത്തിലെ നമ്മൾ പറയുമല്ലോ അല്ലേ, മേടം മാസത്തിൽ മഴയാണെന്ന് പറയും. ആ മാസത്തിൽ മാത്രമേ മഴയുള്ളൂ, അല്ലെങ്കിൽ അന്നാണ് കൂടുതൽ പെയ്യുന്നത് അല്ലേ? നിങ്ങളിലേക്ക് ഇപ്പൊ മഴയുണ്ടോ? ഇപ്പൊ മഴ പെയ്യാണോ? സംശയം, ഇപ്പൊ മഴ പെയ്യാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാമിന സാഅത്തിൻ ഇല്ല സമാഉ തുമതറു. ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തിലല്ല, ഒരു ചൂടിലല്ല, ഒരു വെയിലല്ല, ഒരു കർക്കിടകത്തിലല്ല മഴ പെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്യുകയാണ്. ഈ വടകരയിൽ ഫെബ്രുവരി മാസം 1-ാം തീയതി 2016 ഫെബ്രുവരി മാസം 1-ാം തീയതി തിങ്കളാഴ്ച രാത്രിയിൽ പ്രിയപ്പെട്ടവരെ 9:30 മണിക്ക് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഈ സമയത്ത് മഴ പെയ്യുകയാണ്. ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിന് കൊടുത്ത ഒരേ ഒരു ഡ്യൂട്ടിയാണ് മഴ പെയ്യുക. ആകാശത്തിന് കൊടുത്ത ഡ്യൂട്ടി എന്താണ്? വാനലോകത്തുനിന്ന് മഴ പെയ്യലാണ്. അതിന് കൊടുത്ത ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നമാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ആരെങ്കിലും മഴ പെയ്യുന്ന മാസമേതെന്ന് ചോദിച്ചാൽ മേടമെന്ന് പറയണ്ട, ചൂടെന്ന് പറയണ്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിന്റെ പേര് പറയണ്ട. മഴ പെയ്യുന്ന മാസമേതെന്നറിയുമോ? മഴ പെയ്യുന്ന ദിവസമേതെന്നറിയുമോ? മാമിന സാഅത്തിൻ ഇല്ല സമാഉ തുമതറു. ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് മഴ കിട്ടാത്തത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മഴ കിട്ടാത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോകത്തിന്റെ നേതാവ് നിസ്കാരം മാത്രം പഠിപ്പിക്കാമെന്ന പ്രവാചകനല്ല, നോമ്പ് മാത്രം പഠിപ്പിക്കാമെന്ന പ്രവാചകനല്ല. ലോകത്തെ ഏറ്റവും വലിയ പ്രപഞ്ചശാസ്ത്രജ്ഞനാരാ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റും ന്യൂറോളജിസ്റ്റും കാർഡിയോളജിസ്റ്റും അല്ലാഹുവിന്റെ റസൂലല്ലേ. ലോകത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റും മുത്തുനബിയല്ലേ. നിങ്ങൾ പഠിപ്പിക്കാത്ത മേഖലയുണ്ടോ? ആ പ്രവാചകൻ തന്നെ പഠിപ്പിക്കുകയാണ്. ഓരോ സെക്കൻഡും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തേ നമുക്ക് മഴ കിട്ടാത്തത്? എന്തേ നമുക്ക് മഴ കിട്ടാത്തത്? നിങ്ങൾ പറയുന്നു, എല്ലാവരും ചുറ്റുകാരായി കഴിഞ്ഞാൽ, ഒരു നാട്ടിലെ മുഴുവനാളും തെറ്റുകാരായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ മഴയെ അല്ലാഹു കെട്ടിച്ചു കളയുന്നു. ഉൾക്കാടുകളിലേക്കും ഉൾക്കടലുകളിലേക്കും അല്ലാഹു മഴ മാറ്റി കളയുമെന്നാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്റെ പിന്നലെ
പറയണ്ട, കൽപ്പകത്തിലാണ് മഴയെന്ന് പറയണ്ട. അവന്റെ സർവജ്ഞനായ മദീനയുടെ മരതകമായ മക്കയുടെ മാണിക്യമായ ആമിനാന പൊന്നുമോനായ ഹബീബായ നബി തങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, മഴയുടെ സെക്കൻഡിലും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തേ നമുക്ക് മഴ കിട്ടാത്തത്? ആ മഴ അല്ലാഹു കാടുകളിലേക്ക് സമുദ്രങ്ങളിലേക്ക് തിരിച്ചു കളഞ്ഞു.